എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓട്സും നേന്ത്രപ്പഴവും കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്സാണ്. അതിന് വേണ്ടിയിട്ട് 4 നേന്ത്രപ്പഴം പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോട് മാറ്റി ഒരു പാത്രത്തിലേക്ക് എടുത്തു. ഇനി 1 ഗ്ലാസ് ഓട്സ് മിക്സിയിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. 3 ഏലക്ക തോട് പൊളിച്ച് ഓട്സിലേക്ക് ഇട്ട് കൊടുക്കുക. മൂന്ന് ഏലക്കായും പൊളിച്ച് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കുക. ഈ പൊടിച്ചെടുത്തതും കൂടി നേന്ത്രപ്പഴത്തിലേക്ക് ഇട്ട് മൊത്തം അതിലേക്ക് ഇട്ടു. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിൽ തീരെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കട്ടിയിൽ തന്നെ കുഴച്ചെടുക്കുക. ഇലയിലൊന്നും പരത്തി ചുടുന്നതല്ല. ഇലയിലായിരുന്നെങ്കിൽ കുറച്ച് ലൂസാക്കാം. ഇത് അല്ലാതെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇനി അതിലേക്കുള്ള ഫില്ലിങ്ങിനുള്ളത് റെഡിയാക്കാം. ചീനച്ചട്ടിയിലേക്ക് 1 സ്പൂണ് നെയ്യ് ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് ഞുറുക്കിയ കാഷ്യൂ നട്ടും കൂടി ഇട്ട് കൊടുത്തു. അതൊന്ന് മൂപ്പിക്കുക. മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയും ഒന്ന് നന്നായിട്ട് മൂപ്പിക്കുക. ഇനി ഇതിലേക്ക് 2 സ്പൂണ് ശർക്കര ചേർത്ത് കൊടുക്കുക. ഇത് കരിമ്പിൻ ജ്യൂസിൽ നിന്നെടുത്ത ശർക്കരയാണ്. 2 സ്പൂണ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ശർക്കര എല്ലാത്തിലും എത്തത്തക്ക തരത്തിൽ ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി വാങ്ങി വയ്ക്കാം. ഇഡ്ഡലിച്ചെമ്പ് അടുപ്പത്ത് വയ്ക്കുകയാണ്. ഇനി മാവ് ഓരോ ഉരുളകളാക്കി എടുക്കാം. ഇനി ഇതിൽ ഒന്ന് കയ്യിൽ ലേശം എണ്ണ തടവി ഒന്ന് കയ്യിൽ വെച്ച് തന്നെ പരത്തി നല്ലപോലെ നൈസായിട്ട് കൈ കൊണ്ട് തന്നെ പരത്തി അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. 2 തരത്തിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിങ്ങനെ വെച്ച് ഫില്ലിങ് നടുക്ക് വെച്ച് ഉരുട്ടിയെടുക്കാം. ഇങ്ങനെ വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇനി ഒന്ന് അടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കാവുന്നതാണ്. എത്രത്തോളം നൈസായിട്ട് ചെയ്യാൻ പറ്റും അത്രത്തേക്കും ടേസ്റ്റി ആയിരിക്കും. ഇനി അതിൽ
അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് മടക്കി പ്രസ് ചെയ്തെടുക്കുക. പണ്ട് ഞാൻ മാസപ്പം ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനെയായിരുന്നു. ഇതുപോലെ ഒന്ന് തുമ്പ് മടക്കി കൊടുക്കുക. അച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വിരൽ കൊണ്ട് തന്നെ ഇങ്ങനെ മടക്കിയെടുക്കാവുന്ന. അത് ഇങ്ങനെ എടുത്തിട്ട് എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുകയാണ്. ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് എടുത്ത് വെച്ച് ഇതെല്ലാം വെച്ച് കഴിഞ്ഞ് നല്ലപോലെ ആവി പുറത്തേക്ക് വന്നതിന് ശേഷം ഒരു 15 മിനിറ്റ് സിമ്മിൽ ഇട്ടേക്കുക. അപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫാക്കാം. ഇനി ഇതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. നല്ലപോലെ ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.